വീഡിയോ ഒരു ഷോർട്ട് ഫിലിമാണ്. പ്രത്യേക ഒരു അറിയിപ്പ്, ഈ വീഡിയോ വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. താങ്ക് യു. ഇനിയൊന്നും പറയാനില്ല. അയ്യോ, ഈ വീട്ടിൽ ആൾക്കാരൊക്കെ എപ്പോഴാണോ എന്നെ എടുത്തുകൊണ്ട് പോണേ? വേദന എടുക്കുക അവിടെ കിടന്നിട്ട്. കേൾക്കാം. എൻ്റെ ദൈവം, ഇത് എത്ര നേരമായിട്ട് പിടിച്ചേക്കോ? ഇങ്ങോട്ട് വന്നേ. ഇത്ര കാര്യത്തിൽ എന്നെ ഇങ്ങോട്ടും കൊണ്ടുപോകണം മുതലാളി. ഇത് ഏത് ലോകം? എന്നെ തള്ളി വീഴ്ത്തിയിട്ട് ഇങ്ങേർക്ക് വരാൻ പറ്റത്തുള്ളോ? തെണ്ടി. പേപ്പർ ഇങ്ങോട്ടല്ലേ വലിച്ചെറിഞ്ഞോ? കൊണ്ടുപോയി വയ്ക്കാം. ഇയാള് വീണ്ടും ഹോളി ഡാർക്ക്. എന്തായാലും നല്ല കൊച്ചാ. കായികപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. സ്പോർട്സ് പേജ് എവിടെ എടുത്ത് കൊടുക്കടേ. സ്റ്റീം കേക്കാണ്. അവന്മാർക്ക് സ്റ്റീം കേക്ക് എഴുതിയാ പോരെ? എന്തിനാട്ടെ. ഫസീല പുട്ടിനെ റാഞ്ചി ഈസ്റ്റ് ബംഗാൾ. നിനക്കല്ലേ വല്ല പരുന്നാണോ റാഞ്ചിക്കൊണ്ട് പോവാൻ? ആർക്കറിയാം. ഞാൻ എന്നാലും വിചാരിച്ച കാര്യം ഇതിനകത്തില്ല. കുഞ്ഞാവ വിചാരിച്ച കാര്യം എന്തായാലും ഇതിനകത്തില്ല. അതിന് കുഞ്ഞാവ പോവാ. നിങ്ങളിവിടെ കണ്ടായിരിക്കോ? കാശി പൂശി. എന്നാ കൊച്ചത്. ഇങ്ങനെ ആയിപ്പോയില്ലേ എൻ്റെ ജീവിതം. പേഴല്ല നൂഷ്പൂപ്പൻ. എന്നെ കിട്ടില്ല പേഴാണ്ടാവുക. ആരിട്ടോ? ശരിയടാ, നാളെ കാണാം. നാളെ ഒട്ടിച്ച് തുറക്കണം നോക്കാം. മൈ പൊന്നാര സിസ്റ്ററെ, എൻ്റെ പാപ്പെടുത്ത് തിന്നുവാണെങ്കിൽ അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായേ? അതെനിക്ക് പാത്രം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എടി, നിനക്കുള്ള പണിയാ പറയുന്നുണ്ടടി സിസ്റ്ററേ. നീ എന്നോട് ചോദിക്കാതെ എൻ്റെ പാപ്പെടുത്തില്ല. ഞാൻ നിനക്ക് എന്ത് ചെയ്തിട്ടാണ് എനിക്കത് തിരിച്ച് കിട്ടിയാൽ മതിയാവുള്ളൂ. അല്ല പിന്നെ. അങ്ങനെയാണോടാ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കൊരു പണി തരടാ. ഇതാ പിടിച്ച. ആടി, നിനക്ക് പണി തരും. ഭഗവതിയേ, നീ എൻ്റെ മേത്തേക്ക് എറിഞ്ഞൂലേ? ഇത് കൊണ്ട നീ എൻ്റെ അടുത്തിട്ട് പണിയാൻ വാടി. വാ. കബഡി 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 കബഡി. ഇതാണ് മെയിൻ കലാപരിപാടി. ദൈവമേ, എന്നെ അങ്ങ് എടുത്തോളൂ. എൻ്റെ കണ്ണ്. എടാ, ഞാൻ നിനക്ക് പണി തരൂടാ. ഇത് അയ്യോ, ചത്തേ ദേവി. സർവയ്യപ്പോ. അയ്യോ, എന്താ? എടാ,
ആ പേപ്പർ എഴുതണ്ട് വയ്ക്കാം. അമ്മേ, അയ്യോ അയ്യോ, രണ്ടുപേരുടെയും കലാവിരുത് തീർന്നോ? സമാധാനം. അവിടെ മൊത്തം വെള്ളം. ഈ ഇരിക്കുന്ന ന്യൂസ് പേപ്പർ അല്ലേ, ഇച്ചിരി കീറി എടുത്തുകൊണ്ട് പോവാം. അത്രയ്ക്കൊക്കെ വേണോ? ആ, മനുഷ്യന്മാരിങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ടാറ്റ പറയുന്ന സമയമായി. ടാറ്റാ ടാറ്റാ. എന്നെ എടുത്തോ. ലൈഫ് ഓഫ് ന്യൂസ് പേപ്പർ ഇതാണ് ന്യൂസ് പേപ്പറിൻ്റെ. ഇങ്ങോട്ട് പോര്. അത് പേപ്പർ മതി. വെള്ളം അവരടുത്ത് കൊണ്ടുവന്നില്ല. അതും വെള്ളം. പോട്ടെ. അമ്മേ, എനിക്ക് ഇച്ചിരി ന്യൂസ് പേപ്പർ തരുമോ? എനിക്കൊരു അസൈൻമെന്റ് ചെയ്യാനുണ്ടായിരുന്നു. എടി, നിന്റെ ആങ്ങളെയും പെങ്ങളെയും കൂടെ ചേർന്ന് യുദ്ധമല്ലായിരുന്നോ? ആ ന്യൂസ് പേപ്പറിനകത്ത് തന്നെയാ ഞാനും ന്യൂസ് പേപ്പർ എടുത്ത്. അവിടുന്ന് എടുത്തോ. ദേ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ബുക്ക് കവർ ചെയ്യാനാണ്. അസൈൻമെന്റ് നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ 2 പേപ്പർ പോയി. ഇതുവരെ പുതിയൊരാൾ മുട്ടി നോക്കാം. ഹലോ. നോ താങ്ക്സ്. പറഞ്ഞു നോക്കാം. എൻ്റെ കൂടെ പോയിരുന്നു. എനിക്ക് വലിയ ആൾക്കാരായിട്ട് ഒരു ബന്ധമുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ്. പിന്നെ ഇതൊക്കെ മൊത്തം എൻ്റെ സാമ്രാജ്യമാണ്. എനിക്ക് ഭയങ്കര കെയറിങ് എന്നിവരുള്ളവരൊക്കെ തന്നെ. നോക്ക്, എല്ലാവരും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഓ, ആ കെയറിങ് കാരണമായിരിക്കൂലേ രാവിലെ കക്കൂസിലോട്ടും ഇപ്പോൾ 2 പേപ്പർ കീറിയെടുത്തതൊക്കെ ഞാനെല്ലാം കണ്ടു. യെസ്. അതെ, 3 എത്ര കത്തിച്ചിട്ടും കത്തുന്നില്ല. എന്താ ഇപ്പൊ ചെയ്യാ? കഞ്ഞി ഇങ്ങനെ വെക്കും. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ പേപ്പർ എടുത്ത് നോക്കിയേ, ചിലപ്പോൾ നല്ലോണം കത്തും. തൂങ്ങി സജി. ടാറ്റ ടാറ്റ. കത്തൊന്ന് നോക്കി നോക്കാം. കത്തി. ഓക്കെ, ചേട്ടനോട് പറഞ്ഞേക്കാം. കത്തിയിട്ട്